രാഹുൽ, ന്യൂ ഇയർ എത്താനായി. ഈ ന്യൂ ഇയർ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താ അത്? പുതുവർഷ ഫലം. അതെ, ഈ ന്യൂ ഇയർ പാർട്ടികൾ അതൊക്കെ സെക്കൻഡറി ആണ്. നമ്മളിപ്പോ എല്ലാ പേജുകൾ, ഓൺലൈനിലുള്ള വാർത്താ പേജുകളാണെങ്കിലും അല്ലെങ്കിൽ നോർമലി ഉള്ള വെബ് പേജുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കാണുന്നത് പുതുവർഷ ഫലം. ന്യൂസ് പേപ്പറുകളിലാണെങ്കിലും ഓരോ ജ്യോത്സ്യന്മാരുടെ പേര് എഴുതിക്കൊണ്ട് പുതുവർഷ ഫലം. ആളുകൾക്കറിയാം ഇത് സംഭവിക്കത്തില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ആളുകൾ വരുന്നത്, നോക്കുന്നത് എന്ന് തോന്നുന്നു. യൂട്യൂബിലൊക്കെ ഇപ്പൊ ആ വീഡിയോകളാണ് ട്രെൻഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുന്നത്, ഈ പുതുവർഷ ഫലം. എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇടുമ്പോൾ കുറെ പേര് അതിന്റെ താഴത്ത് വന്ന് കമന്റ് ചെയ്യുന്ന ഞാൻ കാണാണ്ട് 2024 ജീവിക്കുന്നത് ഓർക്കണം എന്നുള്ളത് വന്ന് കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പൊ ആ ഒരു ഭാഷ കടയെടുക്കുവാണെങ്കിൽ ഈ 2024 ഈ പുതുവർഷ ഫലത്തെയൊക്കെ വിശ്വസിക്കുന്നവരല്ലേ മലയാളികൾ? അതെ, ഒരു വിഭാഗം മലയാളികളും ഇത് വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരല്ല, എന്നാലും അവർക്കൊരു ആഗ്രഹം കാണും എന്തായിരിക്കും വേണ്ട ഈ വർഷം. ഒരു പ്രഡിക്ഷൻ അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ഈ ജ്യോത്സ്യമാണെങ്കിലും ഇതെല്ലാം ഒരു പ്രഡിക്ഷൻ ആണ്. ഇങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ ചിലർ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു, അയ്യോ അയാൾ പറഞ്ഞ കൃത്യമാണ്. പക്ഷെ അത് സംഭവിക്കാം. അതെ, നമ്മള് ഇപ്പോ ഈ ആസ്ട്രോളജി എന്നൊക്കെ പറയുന്നത് പണ്ട് കാലം മുതലേ നമ്മുടെ സംസ്കാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. പണ്ട് കാലത്ത് അതിന് കിട്ടിയ പ്രാധാന്യം പിന്നീട് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എനിക്കത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ട ആ പ്രാധാന്യം ഇപ്പൊ വീണ്ടും നമ്മളത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തെറാപ്പികളാണെങ്കിലും ഈ ആസ്ട്രൽ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ആസ്ട്രോളജി അത്തരത്തിലുള്ള പ്രഡിക്ഷൻസിനൊക്കെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്, എനിക്കൊണ്ട് ചർച്ചയിലാണെന്ന് തോന്നുന്നു, പറയുന്നുണ്ട് ഇപ്പൊ ഈ കൊറോണ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അതൊരുപാട് പേരെ ബാധിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് കൂടോത്രം, അത് ഒരുപാട് പേരെ ബാധിച്ചതുകൊണ്ടാണ് ഈ കൂടോത്രം സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് എന്ന തരത്തിലുള്ള എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാ, ഇപ്പൊ ഈ ഫിഫയുടെ സമയത്തൊക്കെ നമ്മൾ ഈ നീരാളികൾ പ്രഡിക്ഷൻ ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിൽ എന്ത് സയന്റിഫിക്കാലിറ്റിയാണ് അതിലുള്ളത്? ഇല്ല. പക്ഷെ അത് വിശ്വസിക്കുന്നവരും അതിന് ട്രസ്റ്റ് ചെയ്ത് അതിന് വേണ്ടി പൈസ മുടക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2018 ശേഷം ഈ ഇത് പറയുന്ന ആളുകളുടെ അവസ്ഥ കുറച്ച് ശോകമാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കറിയാം. 2018 ഏറ്റവും കൂടുതലും നമ്മുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന കാണിപ്പയ്യൂര് അദ്ദേഹം എയറിൽ പോയൊരു വർഷമായിരുന്നു. അതെ, എല്ലാവർക്കും അറിയാം. കാരണം 2018 വരൾച്ചയായിരിക്കും അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമുക്കറിയാം പ്രളയം കാരണം എല്ലാവരുടെയും ജീവിതം സ്തംഭിച്ചു പോയൊരു കാലമാണ്. അന്ന് അദ്ദേഹത്തെ പ്രാഗിയതും കളിയാക്കിയതുമായിട്ടുള്ള. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇത് ഒരു പ്രവചനമല്ല. ലൈക് ജ്യോതിഷം എന്ന് പറയുന്നത് എന്നും പോസിബിലിറ്റീസ് ആണ്. ഇത് ഇങ്ങനെ നടക്കാവൂ എന്നുള്ളതില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജാതകത്തിൽ പറയുന്നുണ്ട് 30 മുതൽ 35 വയസ്സിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനുവേണ്ടി പൂജകൾ ചെയ്യുന്നത് എന്തിനാണ്? അത് മാറാൻ വേണ്ടി പൂജകൾ ഇതേ ജ്യോത്സ്യന്മാർ നമുക്ക് കുറിച്ച് തരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് തീരുമാനിച്ച് ഓൾറെഡി സംഭവിക്കുന്ന ഇത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ പൂജ ചെയ്യണ്ടല്ലോ. 30 പഠിക്കാൻ തയ്യാറായിരുന്നാൽ മതി എന്നുള്ളതല്ലേ. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, പോസിബിലിറ്റീസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ നടക്കണം എന്നില്ല എന്നുള്ളതാണ്. പ്രവചനങ്ങൾ എന്ന് പറയുന്നത് നടന്നേക്കാം. ഇപ്പൊ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും പ്രവചനമാണ്, അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആണ് അത് പറഞ്ഞു വെക്കുന്നത്, അല്ലാതെ സയന്റിഫിക്. ഇതിനകത്തൊരു പാരഡോക്സുകൾ തിയറി ഉണ്ട്. ആ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് പറയുന്നോ അത് 100% നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് അതിനെ. അല്ല, മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, അത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ പറയത്തില്ലേ, റെഡ് കാറിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കാണുന്നത് റെഡ് കാർ ആയിരിക്കും. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നമുക്കൊരു സാധനം കൂടുതൽ കാണുന്ന ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങും. എല്ലാ ഭാഗത്തും അതിന്റെ ഒരു അനാലിസിസ് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ചില സമയത്ത് ഈ ഹോട്ടലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഹോട്ടൽ കാണില്ല. ഒരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിരത്തി പിടിച്ച എല്ലാ സ്ഥലത്തും നമ്മള് ഹോട്ടൽ കാണുന്ന ഒരു സംഭവം. ഇതുപോലെയുള്ള എനിക്കൊരു പ്രോബബിലിറ്റി ആണ്. എനിക്കൊന്ന് രാഹുൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചതുകൊണ്ട് കൃത്യമായി നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി പറഞ്ഞു വെക്കാൻ സാധിക്കുമായിരിക്കാം. ഇനി തിരിച്ച് നമ്മളിപ്പോ ഈ വാരഫലം അല്ലെങ്കിൽ വാർഷിക ഫലം എന്ന് പറയുന്നതിലേക്ക് വരികയാണെങ്കിൽ, നമ്മള് പൊതുവെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്കൊന്ന് മാതൃഭൂമി പത്രത്തിന്റെ ഒപ്പം ഈ വാരാന്ത പതിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് എഡിക്ഷൻ വരും എല്ലാ ഞായറാഴ്ചയും. ആ എഡിക്ഷനിൽ താഴത്തൊരു കോളം ഉണ്ടായിരിക്കും, ആ ഒരാഴ്ചയെ കുറിച്ചിട്ട് എല്ലാ നക്ഷത്രക്കാരുടെയും ഇത് എഴുതി വെച്ചിട്ട്. ഇതിൽ നമ്മൾ വിശ്വസിക്കൊന്നുമില്ല, എന്നാലും നമ്മളൊന്ന് വായിച്ചു നോക്കും. ഇനിയിപ്പോ അതിൽ പറയാണ്
ഈ ആഴ്ച നിങ്ങൾക്ക് അടിപൊളിയാണ്, ഈ ആഴ്ച നിങ്ങൾക്ക് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷയാണ്. ഇനിയിപ്പോ ചിലപ്പോ ആ വർഷം ചെയ്യും, നമ്മൾ അതിന് എഫേർട്സ് എടുക്കും എന്നുള്ളതാണ്. കാരണം അത് മാജിക്കലി സംഭവിക്കുന്നില്ല, നമ്മളവിടെ പ്രയത്നിക്കുന്നത്, നമ്മൾ പോസിറ്റീവായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ആഴ്ച ചിലപ്പോൾ പോസിറ്റീവായിട്ട് പോകും. നേരെ മറിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് കരുതലുണ്ടാകും, നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും വരാനുള്ള സാധ്യത നമ്മൾ ഓക്കെ ഈ ആഴ്ച എനിക്ക് വയ്യാണ്ടാവും എന്ന് ചിന്തിച്ച് വയ്യാണ്ടായി പോകാനും സാധ്യത. ഇത് ആക്ച്വലി ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങളാണ്. ബ്രെയിനിന്റെ ഒരു ഫങ്ഷനിങ് അതേ കൂട്ടാണ്. ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എന്തെല്ലാം കമാൻഡുകളാണോ അതിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കമാൻഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബ്രെയിനും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോണുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ നാളെ നല്ലത് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ നല്ലതായിരിക്കും നടക്കുന്നത്. എത്ര മോശം സംഭവിച്ചു കഴിഞ്ഞാലും ഇത് മോശം കാര്യം സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്നെങ്കിലും നമ്മുടെ മനസ്സ് പറയുന്നുകൊണ്ടിരിക്കും. അതിന് ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പം ആളുകൾ കൂടുതലും പറയത്തില്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് മാറ്റേണ്ടത്. അതെ, ചിന്താഗതിയെ കുറ്റം പറയുന്നത്. അതെ, എല്ലാ കാലത്തും പറയുന്നതാണ്. ഇപ്പൊ ഈ യുവാക്കൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും വന്നിരുന്നിട്ട് മോട്ടിവേഷണൽ സ്പീക്കർമാരും വന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക, നിങ്ങളുടെ ചിന്താശേഷി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നവരാണ് കൂടുതലും. എല്ലാവർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ വേണമെന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല. അതേ കൂട്ട് തന്നെയാണ് ഈ വാരഫലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വർഷം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു കമാൻഡ് പോലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ചില ആളുകളുടെ മൈൻഡ് സെറ്റ് ആ കമാൻഡുകൾ അതേപടി എടുക്കും. അങ്ങനെ വരുന്നവർക്ക് അത് ദോഷമായിട്ടായിരിക്കും ഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഒബ്വിയസ്ലി ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് മറ്റേ ഒരു ദിലീപിന്റെ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് നമ്മൾ കണ്ടു. അമിതമായി വിശ്വസിക്കുന്നവർക്കാണ് ഈ ഒരു വിഷയം വരുന്നത്. അത് അധികമായാൽ എന്തും വിഷമാണ് എന്നുള്ളതാണ്. അത് ഭക്തിയാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും അത് എന്താ പറയാ, അതൊരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ നമ്മൾ ഇതിൻ്റെതായ സെൻസിൽ എടുക്കുമ്പോൾ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ 2024 നമ്മൾ ജീവിക്കുന്നത്, കുറച്ച് ദിവസങ്ങൾ കൂടി 2025 നമ്മൾ കടക്കുകയാണ്. പക്ഷെ പണ്ട് കാലത്ത് ഈ ജ്യോതിഷത്തിന് ആപ്പുകൾ ഉണ്ടായിരുന്നതായി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നമുക്ക് എത്ര ആപ്പുകളുണ്ട്. ആസ്ട്രോ ടോക്ക് പോലെ, അല്ലെങ്കിൽ എനിക്ക് പേരുകൾ എനിക്ക് കൃത്യമായിട്ടല്ല, എത്രയോ ആപ്പുകൾ ഈ ആസ്ട്രൽ കാര്യങ്ങൾ പറയാൻ ജ്യോത്സ്യന്മാരും കൂടുതലാണ്. എന്തുകൊണ്ടാണ് അവർ കൂടുതലും ഫെമിലിയർ ആയി വരുവാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുലത്തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരാരെയും നമുക്കറിയത്തില്ല, കാരണം നമുക്ക് വാമൊഴികളാണ് കൂടുതലും. ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി വന്ന് ഒരാൾ പറയും ആ ജ്യോത്സ്യൻ നല്ലതാണ്, അപ്പൊ നമ്മൾ ആ ജ്യോത്സ്യന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തി അവിടെ പോകുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല, കൂടുതലും സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. അല്ല, ട്രെൻഡിങ് ആവുന്ന നല്ല നല്ല ജ്യോത്സ്യന്മാർ നമ്മളിപ്പോ അടുത്തിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ജ്യോത്സ്യൻ ആരാ? ഹരി പത്തനാപുരം. അതെ, ഹരി പത്തനാപുരമാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും ട്രെൻഡിങ് ആവാൻ കാരണം? അദ്ദേഹം അത് കുറച്ചുകൂടി ലോജിക്കലി കണക്ട് ചെയ്ത ആളുകളോട് സംസാരിക്കുന്നുണ്ട്, റാഷണലായി സംസാരിക്കുന്നത്. അതെ, അദ്ദേഹം മറ്റുള്ളവർക്ക് അത് ജീവിതത്തിൽ അതങ്ങനെ പറ്റുമെന്ന് അദ്ദേഹം ഇതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഇതിനെ വിമർശിക്കും. അപ്പൊ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വരുമ്പോഴാണല്ലോ ഇദ്ദേഹം കൂടുതൽ പ്രസിദ്ധി നേടുന്നത്. കാരണം നമുക്കറിയാം, ഇതിന് പോസിറ്റീവായിട്ട് ഇതിനെ ആരും കൊണ്ട് വരത്തില്ല. അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ കുറ്റം പറയുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹം എത്തുന്നത്. പിന്നെ ആളുകൾക്ക് ഇപ്പൊ പിന്നെ മറ്റേ പഴയ പോലെ ഈ അന്ധമായ കാര്യങ്ങളല്ല വേണ്ടത്, ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നതും അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതും. പക്ഷെ അതുകൊണ്ടാണ് ഈ എനിക്ക് തോന്നുന്നു ഹരിച്ചേട്ടനെ പോലെയുള്ള ആളുകളിലേക്ക് അവർ എത്തിപ്പെടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മള് ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എയ്ത്തിസ്റ്റുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഈ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നവരൊക്കെ. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വളർച്ച ഈ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളുടെ, അല്ലെങ്കിൽ മറ്റു തെറാപ്പികളുടെ, ഇപ്പൊ റേക്കി എന്ന് പറയുന്ന തെറാപ്പിയെ കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമുക്ക് അറിയുമായിരുന്നു? അറിയില്ല. ഇന്ന് നമുക്ക് അറിയാം. ഇപ്പൊ മെഡിറ്റേഷൻ പണ്ട് കാലത്ത് ഇത്രത്തോളം ഫേമസ് ആയിരുന്നു? ഒരിക്കലും അല്ല. സന്യാസിമാർ മാത്രം ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഫേമസ് ആണ്. യോഗയ്ക്ക് ഇത്രത്തോളം പ്രചാരം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് യോഗ ചെയ്തിരുന്നവർ എത്രത്തോളം വിരളമാണ്. സ്കൂളുകളിൽ യോഗ ഡേ എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ എപ്പോഴാണ്? അപ്പം ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ട് വരികയാണ്. എനിക്കോട് ആളുകൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറച്ചുകൂടി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ആളുകൾ കൂടുതൽ മടുത്തു തുടങ്ങി. അത് ഈ റഷായിട്ടുള്ള അന്തരീക്ഷങ്ങൾ അവർക്ക് മടുത്തു തുടങ്ങി. ജീവിതത്തിലാണെങ്കിലും അപ്പോൾ ജോലിഭാരം അത് മാത്രമായിട്ട് അവർ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനുകൾ വരും.
ആ സമയത്ത് അവർക്ക് റിലീഫ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ വേണം. ഇതൊന്നും അങ്ങനെ വരുമ്പോഴാണ് അവർ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവർ തന്നെ ഇരുന്ന് ആലോചിക്കും, ഞാൻ എന്തായിരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടാത്ത. ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വർഷങ്ങളാണെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർക്കൊരു തോട്ട് വരുന്നത്, എന്തായിരിക്കും ഞാൻ രക്ഷപ്പെടാത്തത്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളിലോട്ട് എത്തിപ്പെടുന്നത്. പക്ഷെ അത് ഒരുപാട് പേരെ മാനസികമായി പോസിറ്റീവായി എഫക്ട് ചെയ്ത് അവർ സക്സീഡ് ആയ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു സൈഡിൽ ഇതിന്റെ നെഗറ്റീവ് വശം പറയാതെ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ കൂട്ടാണ്. ഈ ജ്യോത്സ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ കൂട്ടാണ്. ചിലർ അതേ കൂട്ട് കമാൻഡുകൾ കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാലും ഇതെല്ലാം ശരിയാകും എന്ന രീതിയിൽ കമാൻഡ് കൊടുക്കുന്നവരുണ്ട്. ഇവരെ പേടിപ്പിച്ച് കമാൻഡുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഇവരെ പേടിപ്പിച്ച് കമാൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ പേടിപ്പിക്കുമ്പോൾ ഇതിൽ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ആ കമാൻഡുകൾ അപായപ്പെടുത്തും. കാരണം എന്ന് വെച്ചാൽ അത് അവർക്ക് ദോഷമായിട്ടേ വരത്തുള്ളൂ. അവർ പേടിച്ചായിരിക്കും പിന്നെയും ഇയാളുടെ അടുത്തോട്ട് പോകും. നമ്മൾ പറയും ഇവർക്ക് എന്ത് വട്ടുണ്ടോ ഇയാളുടെ അടുത്ത് പോയി ഇത്രയും കാശ് കളയാൻ. അയാൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചായിരിക്കും ഇവർ പിന്നെ പ്രവർത്തിക്കുന്നത്. അയാൾ പറയാണ് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്കുണ്ടായ വിഷയങ്ങൾ ഇതാണെന്ന് അയാൾ പറഞ്ഞ് ഫലിപ്പിച്ച് അത് അവരുടെ മൈൻഡിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവർക്ക് ബാക്കപ്പ് ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അതേക്കാട്ടും നല്ലൊരാൾ അവരെ ചെന്ന് നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കണം. നമുക്കറിയാം എല്ലാവരും മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം കമാൻഡുകൾ സ്വീകരിച്ചുള്ള മൈൻഡുകളാണ് നമുക്കുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഈ റിവ്യൂസിന്റെ ഒക്കെ കാലമാണ്. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പുതുവർഷ ഫലം രാഹുൽ ഒന്ന് നോക്കിക്കോളൂ, എങ്ങനെയാണ് 2025. ഞാൻ ആദ്യമേ നോക്കി. നമ്മൾ ഇതിനെ ഇത്രത്തോളം സംസാരിക്കാൻ എടുക്കുമ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.